ഇന്ന് വൈകുന്നേരം ഇപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു മാള് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന്. അത് കേട്ട പാടെ തേജുവിന് ഭയങ്കര സന്തോഷമായി ട്ടോ. അങ്ങനെ ഞാനും ഏട്ടനും തേജുവും കൂടി ബത്തേരി മിന്റു മാളിലേക്ക് വന്നു. വന്ന പാടെ ക്രിസ്മസ് അപ്പൂപ്പൻ സൈക്കിളിൽ ഗിഫ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു ട്ടോ കാണാന്. തേജു പോയിട്ട് അതൊക്കെ തൊട്ട് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ നേരം അവനവിടെ നിർത്തിയില്ല. പിന്നെ വരുന്നവർക്ക് കാണാനുണ്ടാവില്ല. അങ്ങനെ ഉള്ളിലേക്ക് ഞങ്ങൾ നടന്നപ്പോൾ ഒരാൾ എസ്കലേറ്ററിൽ സ്വന്തമായി കയറി പോകുന്നുണ്ട് ട്ടോ. അവനാണെങ്കിൽ ഒരു പേടിയില്ല. ഡാൻസൊക്കെ കളിച്ചിട്ടാട്ടോ പോണത്. എനിക്കാണെങ്കിൽ അതിൽ കയറാൻ ഭയങ്കര പേടിയാട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മിന്റുമാളൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു ട്ടോ. ക്രിസ്മസിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് നല്ല ഗംഭീരമായിട്ട് ലൈറ്റൊക്കെ പിടിപ്പിച്ച് ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു ട്ടോ കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ട്രെൻഡ്സിലേക്ക് അങ്ങോട്ട് കയറി. എനിക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ് ട്ടോ. ഡ്രസ്സിൻ്റെ ഏത് കടയിലും കണ്ടാൽ ഞാൻ അങ്ങോട്ട് ചാടി കയറും. അങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഭയങ്കര ഓഫറുകൾ. നല്ല നല്ല ടോപ്പുകളും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഏട്ടനാണെങ്കിലും അധികമൊന്നും നീ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണണ്ടെന്നൊക്കെ പറഞ്ഞു ട്ടോ. ഞാൻ പിന്നെ അതൊന്നും കേട്ടില്ല. ഞാനിങ്ങനെ ചുറ്റിക്കറങ്ങി ഓരോ ടോപ്പുകൾ ഇങ്ങനെ നോക്കിയിട്ട് അപ്പോഴാണ് എനിക്കൊരു ടോപ്പ് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ഒരു ബ്ലാക്ക് ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ട്ടോ. ഞാനാണെങ്കിൽ കണ്ണാടി നോക്കിയിട്ട് ഒരുപാട് ഷോകളൊക്കെ കാണിക്കുന്നുണ്ട്. ഏട്ടൻ പറഞ്ഞു ഇഷ്ടപ്പെട്ട എടുത്തോ എന്നൊക്കെ പറഞ്ഞു ട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ എടുത്തു. പിന്നെ ഒന്നും കൂടി ഞാൻ ഉള്ളിലിങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടു ട്ടോ. അപ്പോൾ എനിക്ക് ഓരോന്ന് കാണുമ്പോൾ ഓരോന്ന് ഇങ്ങനെ വെച്ച് നോക്കാൻ തോന്നി. ഏട്ടൻ പിന്നെ അധികമൊന്നും അവിടെ നിർത്തിയില്ല ട്ടോ. അങ്ങനെ നേരെ തേജുവിനെ കളിക്കാൻ വേണ്ടി മേലോട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ട്ടോ. അവിടെ കുറേ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ട്ടോ. പിന്നെ അവൻ ഓടിച്ചാടി അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. അപ്പോഴാണ് ഇത് ഏട്ടൻ്റെ ഒരു പരിചയക്കാരനെ കണ്ടത്. അങ്ങനെ ഏട്ടൻ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനാണെങ്കിൽ കട്ട പോസ്റ്റിൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. തേജു അതിൽ ഇതിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിരുന്നു. അങ്ങനെ ഷോപ്പ്ക്ലൂസ് പോയി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോഴാണ് അവിടെ ഓഫറുകൾ നടക്കുന്നത് കണ്ട്. ക്രിസ്മസിൻ്റെ നിറയെ ഓഫറുകളുണ്ട്. നോക്കുമ്പോൾ കുറേ ആൾക്കാർ. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലൊക്കെ അടിച്ച് പുറത്തേക്ക് ഇറങ്ങി ട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. വേറൊന്നുമല്ല, അവനെ സ്കൂൾ വിട്ടിട്ട് നേരെ കൊണ്ടുവന്ന ട്ടോ. അവന് വിശപ്പ് സഹിക്കാനേ പറ്റില്ല. ഇങ്ങനെ ഓരോന്ന് വിറുവിറുത്തോണ്ട് നിൽക്കും. അങ്ങനെ നേരെ അപ്പുറത്ത് ഫുഡ് ഷോപ്പിലേക്ക് കയറി ഫുഡൊക്കെ കഴിച്ച് നേരെ ഇറങ്ങി ട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.